ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. സൂപ്പർ കപ്പിലെ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ നടന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഡൽഹിയെ പരാജയപ്പെടുത്തി. അതേസമയം മുംബൈ സിറ്റി രാജസ്ഥാൻ യുണൈറ്റഡിനോട് അട്ടിമറി തോൽവി ഏറ്റുവാങ്ങുകയും ചെയ്തു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ കുറഞ്ഞ മത്സരങ്ങൾ മാത്രമാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ അവശേഷിക്കുന്നത്. നവംബർ 6-ാം തീയതിയാണ് ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരം നടക്കുക. കേരള ബ്ലാസ്റ്റേഴ്സും മുംബൈ സിറ്റിയുമാണ് ആ മത്സരത്തിലെ എതിരാളികൾ. നവംബർ 6 ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ അവസാനിക്കും എന്നുള്ളതാണ്. പിന്നീട് സെമി ഫൈനൽ പോരാട്ടങ്ങൾ എന്ന് നടക്കും. അതിൻ്റെ തീയതി ഇതുവരെ നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. മാർക്കസ് മെർഗുലാവോയോട് ചോദിച്ചിരുന്നു എന്നാണ് സെമി ഫൈനൽ നടക്കുക എന്നുള്ളത്. അതിൻ്റെ ഒരു സാധ്യത അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതായത് നവംബർ 29-ാം തീയതി അതല്ലെങ്കിൽ 30-ാം തീയതി എന്നീ തീയതികളിലായിക്കൊണ്ടായിരിക്കും സെമി ഫൈനൽ മത്സരങ്ങൾ നടക്കുക എന്നാണ് മാർക്കസ് മെർഗുലാവോ പറഞ്ഞിട്ടുള്ളത്. അതായത് 6-ാം തീയതി ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ കഴിയും. അതിനുശേഷം വലിയ ഒരു ഇടവേളയാണ്. പിന്നീട് 29-ാം തീയതിയോ 30-ാം തീയതിയോ ആയിക്കൊണ്ടായിരിക്കും സെമി ഫൈനൽ മത്സരങ്ങൾ നടക്കുക. അതിൻ്റെ കാരണം നമുക്കെല്ലാവർക്കും അറിയാം. ഇന്റർനാഷണൽ ബ്രേക്ക് വരുന്നുണ്ട്. മാത്രമല്ല ഗോവക്ക് ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് 2-ലെ മത്സരങ്ങൾ കളിക്കേണ്ടതുണ്ട്. അതായത് നവംബർ 26-ാം തീയതി ഗോവക്ക് ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് 2-ൽ ഒരു എവേ മത്സരം കളിക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമാണ് സൂപ്പർ കപ്പിലെ സെമി ഫൈനൽ മത്സരങ്ങൾ നടക്കുക എന്നാണ് മാർക്കസ് മെർഗുലാവോ പറഞ്ഞിട്ടുള്ളത്. വലിയ ഒരു കാത്തിരിപ്പിന് ശേഷം മാത്രമായിരിക്കും സെമി ഫൈനൽ നടക്കുക. ഏതായാലും ഈസ്റ്റ് ബംഗാളും ഗോവയും ഇപ്പോൾ സെമി ഫൈനലിനുള്ള ടിക്കറ്റ് കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഗ്രൂപ്പ് സി, ഗ്രൂപ്പ് ഡി എന്നീ ഗ്രൂപ്പുകളിലെ ജേതാക്കളെ മാത്രമാണ് അറിയേണ്ടത്. ആര് ഇനി സെമി ഫൈനലിലേക്ക് യോഗ്യത നേടും എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.